ആ അത് ഞാൻ എന്തായിരുന്നാലും അയക്കാം സാർ. ഇല്ല, വക്കീൽ നോട്ടീസ് കിട്ടിയതിൻ്റെ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ ഉറപ്പായിട്ട് അയക്കാം സാർ. വേറെ പ്രശ്നമൊന്നും വരില്ലല്ലോ സാർ? ആ ഈ നമ്പറിൽ തന്നെ അയച്ചാൽ മതിയോ? ഓക്കെ സാർ, ഓക്കെ. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. എന്തോ ആരാ? ഒരു മിനിറ്റ്, ഇതൊന്ന് അയച്ചു കൊടുത്തോട്ടെ. നമ്മുടെ സൈബറിലെ സുകുമാര സാറാ. ഞാൻ ഈ കാര്യം പറഞ്ഞിരുന്നു. സാറ് പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല, പിന്നെ അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അമ്മയെ വിളിച്ച് മൊഴിയെടുത്തൊന്ന് വിടുമെന്ന് പറഞ്ഞു. മൊഴിയെടുപ്പിക്കോ? ആ ചേട്ടാ, വക്കീല് പറഞ്ഞ പോലെ പോലെ നക്കാപ്പിച്ചും കൊടുത്ത് ഇത് ഒഴിവാക്കിയപ്പോഴേ എന്തിനീ വള്ളി കേസിന്റെ പുറകെയൊക്കെ പോകാൻ നിൽക്കുന്നു? എടാ, അതങ്ങനെയല്ല. നീ ആ വക്കീൽ നോട്ടീസ് കണ്ടതല്ലേ? അങ്ങനെ നക്കാപ്പിച്ച ഫോൺ വാങ്ങിച്ചു പോണവരൊന്നും അല്ല അവര്. പിന്നെ എന്തായിരുന്നാലും അവർ അമ്മയുടെ അടുത്ത് സോറി പറയണമെന്ന് തന്നെ അതിൽ പറഞ്ഞിട്ട്. ഓ, അങ്ങനെയൊക്കെ ഉണ്ടല്ലേ? പിന്നെ വേറൊരു വഴിയുണ്ട്. നമ്മുടെ പാറശാല തന്നെയുള്ളൊരു ജയറാമ ആളിച്ചിരി പെടാട്ടീമാ. ഞാൻ പറഞ്ഞ എന്തും ചെയ്യും. ഉള്ളിടത്ത് ഈ കാര്യം ഒന്ന് പറഞ്ഞ് നൈസായിട്ട് തീർത്ത് വിട്ടാലോ? എടാ, നീ ഇത് എന്തോന്നൊക്കെ പറയണത്? ഒരു പ്രശ്നം എങ്ങനെയെങ്കിലും ഒന്ന് ഒതുക്കി വരുമ്പോഴാണ് അടുത്ത ഏണിയും പിടിച്ചോണ്ട് പറഞ്ഞത്. ദാസ്, ഇതിന്റെ എല്ലാത്തിന്റെ ബാക്കിൽ ഓടാൻ നമുക്ക് സമയമൊന്നുമില്ല. നീ അതും കൂടെ ആലോചിക്കണം. അല്ല, ചിന്തിക്കുമ്പോ എല്ലാ രീതിയിലും ചിന്തിക്കണമല്ലോ ചേട്ടാ. ഇപ്പൊ നമ്മുടെ രീതിയിൽ രണ്ട് വഴികളുണ്ട്. ഒന്ന് വക്കീല് പറഞ്ഞതും, ഒന്ന് സുകുമാര സാർ പറഞ്ഞതും. നാട്ടുകാരറിഞ്ഞാൽ ഇത് നാണക്കേട് കേസാണ്. നീ കൊറേ നേരമായല്ലേ എന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കുന്നത്? നിനക്ക് എന്തിന്റെ സുഖേടാ? നിനക്ക് മോളിൽ ചെന്ന പിള്ളേരുടെ അടുത്ത് ഈ കേസിന്റെ കാര്യം വല്ലതും ഒക്കെ ഒന്ന് ആലോചിച്ചൂടെ? അല്ല, എല്ലാം വരുത്തി വെച്ചിട്ട് ഇപ്പൊ എന്റെ പുറത്ത് ചാടിക്കയറിട്ട് വല്ല കാര്യമുണ്ടോ? വരുത്തി വെച്ചെന്നോ? എന്തോന്ന്? അല്ല, ഞാൻ കൊച്ചമ്മ പലവണ പറഞ്ഞിട്ടുള്ളല്ലേ ഈ ഫോണിൽ കളിക്കരുത് കേട്ടില്ലല്ലോ. ഞാൻ ഫോൺ എടുത്ത് വെച്ച് കളിച്ചോ ഞാന്? എടാ, എനിക്കിത് ആരാ, എന്താ, എന്തിനാ അയച്ചത് ഒന്നും അറിയാൻ വയ്യ. എന്നിട്ടാണോ വക്കീൽ നോട്ടീസ് നടക്കുന്നത്? അതിപ്പോ എനിക്കെങ്ങനെ അറിയാം എന്തിനാന്നുള്ളത്? എന്തോ ചെയ്യൂന്ന് പറ. ഞാനിപ്പോ എന്തോ ചെയ്യണം അത് പറ. പറയാം. നീ എന്നാ പിള്ളേരുടെ അടുത്ത് നിന്നിട്ട് ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് ഒരു ചർച്ച ചെയ്തൊരു തീരുമാനം എടുക്കുക. ചെല്ലേ, മക്കളുടെ അടുത്ത് പോയി നിൽക്കി. നീ ഇവിടെ നിന്നാലേ എനിക്ക് സ്വൈരക്കേട്. കൊച്ചമ്മയുടെ നിൽക്കുമ്പോൾ പറയും പ്രസവകുഞ്ഞിന്റെ അങ്ങോട്ട് പോകാൻ, പ്രസവകുഞ്ഞിന്റെ അടുത്ത് പോകുമ്പോൾ പറയും കൊച്ചമ്മ എടുത്ത് വരാൻ. അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കയറി ഞാൻ ഒരു സെക്കൻഡ് ഇരുന്നിട്ടില്ല, അറിയാമോ? കാല് നേരെ തോന്നിട്ടില്ല. ഇപ്പൊ നിനക്ക് ഇരുന്നൂടെ? മക്കള് വരുന്നുണ്ട്. ഇനി എനിക്ക് ഇവിടെ നിൽക്കാമല്ലോ. മുകളിലോട്ട് താഴോട്ടുള്ള നിർത്താമല്ലോ. അയ്യോ എടാ മോനെ, എന്ത് വായടാ, മനസമാധാനം തരുന്ന വല്ല തീരുമാനങ്ങളോ നിർദ്ദേശങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉരുത്തിരിഞ്ഞ് വന്നോ? അമ്മ പേടിക്കണ്ട. നമ്മൾ വക്കീൽ നോട്ടീസിന്റെ ഫോട്ടോ നമ്മൾ സുകുമാർ സാറിന് അയച്ചു കൊടുത്തിട്ടുണ്ട് സൈബർ സെല്ലില്. സാർ അന്വേഷിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. അത് മാത്രമല്ല, നമ്മുടെ വക്കീൽ അവരുടെ വക്കീലായിട്ട് സംസാരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും നീക്കുപോക്ക് ഉണ്ടാവാതിരിക്കത്തില്ല. അതല്ല, നീ പറഞ്ഞ ഈ സുകുമാരക്കുറിപ്പ് നമ്മുടെ വടക്കേലെ ദേവിശേഷിയുടെ മൂത്ത മോനല്ലേ? അത് തന്നെ അമ്മ. ആള് മിടുക്കനാണ്. ആള് മിടുക്കര. പക്ഷേ കുറിപ്പ് എന്തായാലും ഇത് ദേവിശേഷിയോടെ പറഞ്ഞു കാണും. പിന്നത്തെ കാര്യം അറിയാമല്ലോ, തെക്കോട്ടും വടക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാട്ടും എല്ലാം ഇപ്പൊ ഈ ന്യൂസ് പോയി കാണും. പഞ്ചായത്ത് പ്രസിഡന്റ് മാത്രമേ അറിയാനുള്ളൂ മിക്കവാറും. സാർ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ലമ്മ. നമുക്ക് പണ്ട് പോലെ അറിയാവുന്നതല്ലേ. പുള്ളി അത്യാവശ്യം സിൻസിയർ ആയിട്ടുള്ള ഓഫീസറാ. മാത്രമല്ല രഹസ്യ സ്വഭാവത്തിൽ കേസ് അന്വേഷിക്കുന്ന പുള്ളിയുടെ വീക്ക്നെസ്സും. ഒന്നും അറിഞ്ഞൂടെ എന്റെ പൊന്നു മോനെ. വക്കീല് വിളിക്കേണ്ട ടൈമായി, പക്ഷെ ഇതുവരെ കോളൊന്നും വന്നില്ലെന്നേ. അയ്യോ, അല്ല, ഇപ്പൊ അങ്ങനെ ഒറ്റയടിക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കേസല്ലല്ലോ. ഇപ്പൊ പന്ത് അവരുടെ കോർട്ടിലാണ്. അവരുടെ കോർട്ടിൽ കിടക്കുന്ന പന്ത് നമ്മുടെ കോർട്ടിൽ വരണം. ഇന്നാ മാത്രമേ നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അങ്ങനെയൊന്നുമല്ല. അവര് സെറ്റിൽമെന്റിന് തയ്യാറൊക്കെ ആവും. നമ്മളൊരു എമൗണ്ട് അങ്ങ് ഫിക്സ് ചെയ്ത് പറഞ്ഞാൽ മതി. എമൗണ്ട് എന്ന് പറഞ്ഞാ എത്ര ആവും എന്നുള്ളതാണ് ഒരു വിഷയം, അല്ലേ കൊച്ചമ്മ? ഒന്നും അറിഞ്ഞോട്ടറാ. എന്റെ പൊന്നോ, ആണായിരുന്നാലും പെണ്ണായിരുന്നാലും ആ മാസില്ലാമണിയുടെ മസ്തിൽ പൊടിഞ്ഞു പോടേ. ഒരു മിനിറ്റ് സാർ. ഹലോ സാർ. ഓക്കെ സാർ, നമുക്ക് വേറെ എന്തെങ്കിലും ഓപ്ഷനും കൂടെ അത് ചെയ്യാം സാർ. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച്. എന്തുവാ മോനെ? സുകുമാര സാറാ വിളിച്ചത്. കേസിന്റെ കാര്യം സത്യമാണെന്ന് തന്നെ പുള്ളി പറഞ്ഞത്. അയ്യോ, കുഴപ്പമായോ? അല്ല, അമ്മ പേടിക്കണ്ട. ആ സോഷ്യൽ മീഡിയ വഴി പറ്റിയ അബദ്ധം അമ്മ മാസില്ലാമണിയെ കണ്ടൊന്നും മാപ്പ് പറഞ്ഞാൽ ശരിയാവുന്ന പറയുന്നത്. ഈ മാപ്പ് കുറെ നാളുകൊണ്ട് എനിക്ക് എന്റെ സ്വഭാവം മാറ്റല്ലേ നീ? ഒരുത്തനോട് മാപ്പ് പറയാൻ ഞാനില്ല. മാപ്പ് പറയുന്ന പരിപാടിയില്ല. അത് തന്നെ, ചെയ്യാത്ത കുറ്റത്തിന് ഞാൻ എന്തിനാടാ വല്ലവരോടൊക്കെ മാപ്പ് പറയാൻ നടക്കുന്നേ?
നീ ഒരു കാര്യം ചെയ്യ്, ആ കുറിപ്പിനെ വിളിച്ച് ചോദിച്ചാൽ വേറെ വല്ല മാർഗം ഉണ്ടോന്ന്. അല്ല, അമ്മ ഒന്ന് സമാധാനിക്ക്. സാർ വേറൊരു വഴിയും കൂടെ പറഞ്ഞു തന്നായിരുന്നു. എന്ത്? ഞാനും പ്രതീക്ഷയും കൂടെ പോയി ആ മാസില മണിയെ കണ്ടൊന്ന് സംസാരിക്കണം. സാറ് വിളിച്ച് പറഞ്ഞോളാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അത് വല്ലതും നോക്ക്. നിങ്ങൾ പോട്ടെ. ദാണ്ടെ, എന്നാ ഇവനെ കൂടെ കൊണ്ടു. ആ ഞാൻ കൊച്ചമ്മ വിട്ടു പോവില്ല. ഓ എടാ നീ ഒന്ന് പോ, നീ പോയാലാണ് എനിക്ക് ഇവിടെ ഒരു സ്വസ്ഥത. അച്ഛൻ എന്നാ അവരോട് ഞങ്ങൾ പോയിട്ട് പോയിട്ട് വരാം, അമ്മ. ആ, പോ, പോവാൻ പോ, മോനെ. പോ. ഞാൻ ഡ്രസ് മാറിയിട്ട് വരാം. അതിനുള്ള സമയമൊന്നുമില്ല. പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ. അതിനുള്ള സമയമില്ല, ഞാൻ പോട്ടെ. വേണ്ട, നീ വണ്ടിയിൽ ഇരുന്നാ മതി, പോ. അയ്യോ, ശ്ശെ, എന്തൊരു കഷ്ടമാന്ന് നോക്കണേ. മാസില്ല മണിയും ഏതൊക്കെയോ മണി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.